ഇപ്പോൾ ഒരു പ്രതികരണം നടത്തുവാൻ വേണ്ടി വിദേശകാര്യ നിരീക്ഷകൻ മോഹൻ വർഗീസ് കൂടി ചെയ്യുന്നുണ്ട്. മോഹൻ വർഗീസ്, ഇപ്പോഴത്തെ ഈ സംഘർഷാവസ്ഥയും മറ്റു കാര്യങ്ങളുമൊക്കെ താങ്കൾക്ക് അറിയാം എന്ന് കരുതുന്നുണ്ട്. ഒപ്പം ഇപ്പോൾ അമേരിക്കയുടെ കൂടെ പിൻബലത്തിൽ ഇസ്രായേൽ യുദ്ധം ഘടിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത്. മുൻപേ തങ്ങൾക്ക് പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് എന്ന് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വീണ്ടും വീണ്ടും അടിവരയിട്ട് പറയുക കൂടെ ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ ഒരു വിഷയത്തിൽ UN-ഉം ഇടപെട്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് തീർച്ചയായും ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ അദ്ദേഹത്തെക്കുറിച്ച് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് വന്ന കടുത്ത പരാമർശം കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഐക്യരാഷ്ട്ര സെക്രട്ടറി ജനറൽ ഇസ്രായേലിന്റെ മണ്ണിൽ കാലുകുത്തുക പോലും ചെയ്യരുത് എന്ന രീതിയിലുള്ള രൂക്ഷമായ പരാമർശമാണ് നടത്തിയത്. അതിനുള്ള കാരണമായി പറയുന്നത് ഇറാന്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലിനെതിരെ നടന്ന ആക്രമണം, ഒക്ടോബർ 1 ആക്രമണത്തെ അപലപിക്കാൻ സെക്രട്ടറി ജനറലോ ഐക്യരാഷ്ട്രസഭയുടെ ഏതെങ്കിലും സമിതികളോ തയ്യാറായില്ല. അതുകൊണ്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു നിഷ്പക്ഷത അല്ലെങ്കിൽ ഈ കോൺഫ്ലിക്റ്റ് പരിഹരിക്കാനുള്ള യോഗ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന ഒരു നിലപാട് ഇസ്രായേലിന്റെ ഭാഗത്തുണ്ട്. ഇത് മാത്രമല്ല, ഐക്യരാഷ്ട്ര സംഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഒന്നാണ് ഒരു രാഷ്ട്രം ആക്രമണ വിധേയമാവുകയാണെങ്കിൽ അഗ്രസറിനെ, അതായത് ആക്രമണകാരിയെ ഐഡന്റിഫൈ ചെയ്യുകയും മറ്റെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ആക്രമണ വിധേയമായ രാജ്യത്തെ രക്ഷിക്കുകയും ചെയ്യുക എന്നതാണ്. ഇവിടെ ആരാണ് ആക്രമണകാരി എന്നതിനെ കുറിച്ചാണ് തർക്കം. ഹമാസിന്റെ ഭാഗത്തു നിന്നാണോ, അതോ ഇറാനാണോ, അതോ ഇസ്രായേൽ തന്നെയാണോ ആക്രമണകാരി? അപ്പൊ ആ ബെഞ്ച് മാർക്ക് എന്താണ്, കട്ട് ഓഫ് ഡേറ്റ് എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലിന്റെ പ്രസ്താവനകൾ വിവാദമാകുന്നത്. അതുകൊണ്ട് ഐക്യരാഷ്ട്ര സംഘടന ഇപ്പോൾ നയം കുറച്ചുകൂടി മയപ്പെടുത്തുന്ന കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ ഇസ്രായേലിൽ പലസ്തീന്റെ ഭാഗത്തു നിന്നും വരുന്ന അല്ലെങ്കിൽ ഹമാസിന്റെ ഭാഗത്തു നിന്ന് വരുന്ന പ്രവർത്തനങ്ങൾ അതിനെ അപലപിച്ചുകൊണ്ട് ഒരു ചെറിയ രീതിയിൽ പരാമർശങ്ങൾ കണ്ടു സെക്രട്ടറി ജനറലിന്റെ ഭാഗത്തു നിന്ന്. അതുകൊണ്ട് യുണൈറ്റഡ് നേഷൻ സെക്രട്ടറി ജനറലിന്റെ മാറി വരുന്ന നിലപാടുകളാണോ, അതോ ഒരു രംഗം വഷളാകുന്നത് കണ്ടുകൊണ്ട് ഒരു സംയമനം പാലിക്കുകയും കുറച്ചുകൂടെ ന്യൂട്രലൈസ് ചെയ്യുകയും ചെയ്യാനുള്ള അറ്റംപ്റ്റ് ആണോ എന്ന് നമുക്ക് കൃത്യമായി പറയാനാവില്ല. അത് മാത്രമല്ല, ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അമേരിക്കയുടെ ശക്തമായ പിൻബലം എക്കാലത്തും ഉണ്ട്. പക്ഷേ അത് പരസ്യ പ്രസ്താവനകളിലൂടെ ഇറാന്റെ തീരത്തേക്ക് അമേരിക്കയുടെ കപ്പലുകളെ ഉൾപ്പെടെ അയക്കുന്ന രീതിയിലേക്ക് നടപടികളിലേക്ക് കടക്കുന്നു എന്ന് പറയുമ്പോൾ അമേരിക്കയും ഈ വിഷയം ഗൗരവമായി തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്ത് വില കൊടുത്തും ഇസ്രായേലി താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ അഖണ്ഡതയെ സംരക്ഷിക്കാനുള്ള ഒരു ദൃഢനിശ്ചയം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വരുന്നു. ഇവിടെ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ, ഇപ്പോഴത്തെ പ്രസിഡന്റിന്റെ ഭരണം വളരെ ദുർബലമാണ് എന്ന് പൊതുവെ കരുതപ്പെടുന്നു പാശ്ചാത്യ ലോകത്ത്. അങ്ങനെയെങ്കിൽ ശക്തമായൊരു നടപടി ഉണ്ടാകണം എന്ന ഒരു തീരുമാനം കൂടിയാകാം ഇത് താമസിപ്പിക്കുന്നത്. നെതന്യാഹു ഈ വിഷയം വെച്ച് താമസിപ്പിക്കുന്നത് ഒരു നയതന്ത്ര മേശയിലേക്ക് എത്താൻ വൈകുന്നതിന്റെ പിന്നിൽ അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് തന്നെയാണ് എന്ന് ഒരു കൂട്ടം അമേരിക്കക്കാർ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ ഈ പ്രശ്ന പരിഹാരം ബൈഡൻ കമല ഹാരിസ് ടീമിന്റെ ഭാഗത്തുണ്ടായാൽ കമല ഹാരിസിനൊരു മുൻതൂക്കം ലഭിക്കാം എന്ന ഒരു ചിന്ത കൊണ്ടാകാം. അതുകൊണ്ട് ഇത് വൈകിക്കുകയും ഈ ഭരണകൂടത്തിന്റെ അവസാനത്തിന് ശേഷം, വോട്ടെടുപ്പിന് ശേഷം പ്രശ്നപരിഹാരത്തിലേക്ക് നീങ്ങാമെന്നുള്ള ഒരുപക്ഷെ ഇസ്രായേലിന്റെ തീരുമാനവും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇരുത്തി ചിന്തിപ്പിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് അമേരിക്കയിലെ രാഷ്ട്രീയം വളരെ വലിയ തോതിൽ ഒരു പോളറൈസ്ഡ് ആയിട്ട് മാറുന്നു. മധ്യേഷ്യ വിഷയത്തിൽ കൂടുതൽ ഡിബേറ്റുകൾ അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നടക്കുകയാണ്. അതുകൊണ്ട് സങ്കീർണമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. സർ മോഹൻ വർഗീസ് എൻ്റെ കൂടെ ഇപ്പോൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വൈസൻ ജോസ് കൂടെ ചേരുന്നുണ്ട്. അദ്ദേഹത്തിന് കൂടുതൽ താങ്കളോട് ചോദിക്കാനുണ്ട്. സാർ, ഞാൻ കേൾക്കാമോ സാറിനെ? യെസ്, കേൾക്കാമല്ലോ. തീർച്ചയായിട്ടും വൈസൻ പറയൂ. തീർച്ചയായും ഞാനിപ്പോൾ താങ്കൾ പറഞ്ഞ ആ യുദ്ധ നിലപാട്, അതായത് ഏതെങ്കിലും ഒരു ആക്രമണം, ആരാണ് അഗ്രസറെ ആക്രമിക്കുക എന്ന നിലപാടാണ് UN തുടരുക എന്നാണ് നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞത്. അത് UN ഒരു നയവുമാണ്. മാത്രമല്ല, ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിൻ്റെ ഒരു വാദം എന്ന് പറയുന്നത് തങ്ങളുടെ നേരെ നടക്കുന്ന ആക്രമണം, അതായത് തങ്ങളുടെ അതിർത്തിക്കുള്ളിൽ നടക്കുന്ന ഒരു ആക്രമണത്തിന് കേന്ദ്രമാകുന്ന ചില മിലീഷ്യകളെ അല്ലെങ്കിൽ ഒരു വ്യവസ്ഥാപിത സംവിധാനങ്ങളല്ലാത്ത സംവിധാനങ്ങളെയാണ് ആക്രമിക്കുന്നത് എന്ന നിലപാടായിരുന്നു ഇസ്രായേൽ സ്വീകരിച്ചിരുന്നത്. അതേസമയം ഇറാൻ്റെ ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടാകുമ്പോൾ തീർച്ചയായും അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ആക്രമണമായി മാറിയിരിക്കുകയല്ലേ? അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണമല്ലേ കൂടുതൽ ഒരു ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇടപെടലിനെ അല്ലെങ്കിൽ അപലപിക്കേണ്ടതിന് കാരണമാകേണ്ടത്? തീർച്ചയായും ഐസൻ, അതൊരു ഡിബേറ്റബിൾ പോയിന്റ് ആണ്. ഐക്യരാഷ്ട്ര സംഘടനയെ സംബന്ധിച്ചിടത്തോളം അതിലെ അംഗരാജ്യങ്ങൾ 193 അംഗരാജ്യങ്ങൾ
ആ അംഗരാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു അംഗരാജ്യം മറ്റൊരു അംഗരാജ്യത്തെ ആക്രമിക്കുകയാണെങ്കിൽ ആക്രമണകാരിയെ അഗ്രസറായി കണ്ടുകൊണ്ട് ആ ആക്രമണകാരിക്കെതിരെ കളക്റ്റീവ് സെക്യൂരിറ്റി എന്ന മാർഗം ഉപയോഗിച്ചുകൊണ്ട് മറ്റെല്ലാ രാജ്യങ്ങളെയും ഒരുമിച്ച് അണിനിരത്തുക എന്ന ലക്ഷ്യമാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ പിറവിക്ക് തന്നെ പിന്നിൽ. പക്ഷെ ഇവിടെ ആക്രമണകാരി ശക്തമായ ഒരു രാജ്യം, ഉദാഹരണത്തിന് അമേരിക്ക ഒരു ആക്രമണകാരിയാണെങ്കിൽ അമേരിക്കക്കെതിരെ എങ്ങനെയാണ് ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും ഒരുമിച്ച് കളക്റ്റീവ് സെക്യൂരിറ്റി അനുസരിച്ച് അണിനിരത്തുക എന്നത് നൈതിക ചോദ്യമാണ്. ഇവിടെ ഉയർന്നു വരുന്ന വിഷയം കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. ഇവിടുത്തെ വിഷയം ഒരു വശത്ത് ഇസ്രായേൽ എന്ന രാജ്യം, മറുവശത്ത് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സായ ഇറാന്റെ പിന്തുണയുള്ള, എന്നാൽ നേരിട്ട് ഇറാൻ രംഗത്ത് വരാതെ ഇറാന്റെ പിന്തുണയുള്ള ഹൂതികൾ യമനിൽ, ഹിസ്ബുള്ള ലെബനനിൽ, അതുപോലെ ഹമാസ് ഗാസയിൽ, ഈ മൂന്ന് ശക്തികളും ഐക്യരാഷ്ട്ര സംഘടനയുടെ വിപ്പ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ശക്തികളല്ല. അവർക്ക് ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രമേയങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരല്ല. കാരണം അംഗരാജ്യങ്ങൾക്ക് മാത്രമേ ബാധ്യസ്ഥതയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒക്ടോബർ 7, 2023 ഉൾപ്പെടെയുള്ള ഹമാസിന്റെ ആക്രമണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് അഗ്രസനെ ഐഡന്റിഫൈ ചെയ്യാനാവുക? ന്യായമായ ചോദ്യമാണ്. പക്ഷേ ഐസൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഒക്ടോബർ 1, 2024 നടന്ന ആക്രമണം ഇറാൻ എന്ന ഐക്യരാഷ്ട്ര സംഘടനയിലെ അംഗരാജ്യം ഇസ്രയേൽ എന്ന ഐക്യരാഷ്ട്ര സംഘടനയിലെ മറ്റൊരു അംഗരാജ്യത്തിനെതിരെ നടത്തിയ ആക്രമണമാണ്. അങ്ങനെയെങ്കിൽ ആ ആക്രമണത്തെ ഇറാനെ അഗ്രസറായി ഐഡന്റിഫൈ ചെയ്യാൻ എന്തിന് അമാന്തിക്കണം എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതിന്റെ മറുവശത്ത് വരുന്ന ഒരു കാര്യം, ഇറാന് നേരെ ഇസ്രയേലിന്റെ ഭാഗത്ത് നേരിട്ടുള്ളതല്ല എങ്കിൽ പോലും ഇറാന്റെ മണ്ണിനുള്ളിൽ വെച്ച് തന്നെ ഇസ്രയേൽ പല വധങ്ങളും ആസൂത്രണം ചെയ്തു. പക്ഷെ അത് ഇസ്രായേലാണ് അത് ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ഇനിയും സ്ഥിരീകരിക്കപ്പെടേണ്ട കാര്യമാണ്. പക്ഷേ ഇറാന്റെ ഭാഗത്ത് ഇസ്രായേലിനെതിരെ ആക്രമണം നടന്നു. 182 മിസൈലുകൾ ഇസ്രായേലിന് നേരെ തീറിപ്പാഞ്ഞു. അതിൽ പലതും അവിടെ വീണ് നാശനഷ്ടങ്ങൾ ഉണ്ടായി. കാഷ്വാലിറ്റീസ് അധികം ഉണ്ടായില്ല എങ്കിൽ പോലും വസ്തുക്കൾക്കും വസ്തുവകൾക്കും എയർഫീൽഡിനും എല്ലാം നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നത് വസ്തുതയായി അവശേഷിക്കുമ്പോൾ ഇറാനെ അപലപിക്കുന്ന ഒരു പ്രമേയം ഐക്യരാഷ്ട്ര സംഘടനയിൽ എന്തുകൊണ്ട് വരുന്നില്ല എന്ന ന്യായമായ ചോദ്യം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉയരുന്നത് സ്വാഭാവികം മാത്രമാണ്. ഐസൻ, തീർച്ചയായും ഇത്തരത്തിലൊരു പ്രമേയത്തിനുള്ള സാധ്യത നിലവിലെ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഇറാൻ്റെ ആക്രമണത്തെ എതിർക്കുന്നൊരു നിലപാട് ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്ന് ശക്തമായി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഫ്രാൻസിൻ്റെ ആയുധം നൽകേണ്ടതില്ല എന്ന ഇമ്മാനുവൽ മാക്രോണിൻ്റെ നിലപാടിനെ അതിരൂക്ഷമായി ബെഞ്ചമിൻ നെതന്യാഹു വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും നയതന്ത്ര ഈ ഒരു രംഗം ഒരു അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ, എസ്കലേഷന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ലോകരാജ്യങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായ നിലപാടുകൾ വ്യക്തമാക്കേണ്ടി വരും. അതിന്റെ ഭാഗമായിട്ടാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നൊന്നായി നിലപാടുകൾ കൂടുതൽ വ്യക്തമാക്കുന്നത്. പൊതുവെ ഹമാസിന്റെ ആക്രമണത്തെ എല്ലാവരും അപലപിച്ചുവെങ്കിലും ഇസ്രയേലിന്റെ കൗണ്ടർ അറ്റാക്ക്, ഗസായ്ക്ക് നേരെ നടത്തിയ ആക്രമണവും 42,000 പേരുടെ മരണത്തിൽ കലാശിച്ച സീരീസ് ഓഫ് ആക്രമണങ്ങളും അധിനിവേശവും എല്ലാം തന്നെ ലോകരാജ്യങ്ങൾ മഹാഭൂരിപക്ഷവും അപലപിക്കുന്ന കാഴ്ച കണ്ടു. അത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലിയിലെ പ്രമേയവും അതിന്മേലുള്ള വോട്ടെടുപ്പും എല്ലാം അതാണ് കാണിക്കുന്നത്. സെക്രട്ടറി കൗൺസിൽ പ്രമേയങ്ങൾ പാസ്സാക്കാൻ സാധിച്ചില്ല, കാരണം അമേരിക്കയുടെ വീറ്റോ ഉണ്ടായിരുന്നു. അപ്പൊ ജനറൽ മൂഡ് എന്ന് പറയുന്നത് രണ്ടും തെറ്റാണ് എന്നതാണ്. ഹമാസിന്റെ ആക്രമണം തീർച്ചയായിട്ടും അപലപനീയമാണ്. ഇസ്രയേലിന്റെ പ്രത്യാക്രമണം ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസിലേക്ക് എത്തുന്നത് തീർച്ചയായും അനുവദിക്കാവുന്നതല്ല. എന്നാൽ ഇവിടെ വന്നിരിക്കുന്നത് ഈ സ്റ്റേജിൽ മറ്റൊരു രാജ്യം രംഗത്ത് വരികയാണ്. ഹിസ്ബുള്ളയോ ഹമാസോ അല്ല ഇപ്പോഴത്തെ വിഷയം. ഇപ്പോഴത്തെ വിഷയം ഇറാൻ എന്ന മറ്റൊരു രാജ്യം രംഗത്ത് നേരിട്ട് വരികയാണ്. ആ ഘട്ടം എന്ന് പറയുമ്പോൾ ഐക്യരാഷ്ട്ര സംഘടന ഒട്ടകപക്ഷി തല മണ്ണിൽ പൂഴ്ത്തി വയ്ക്കുന്നത് പോലെ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഈ സമയത്ത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല എന്ന ഒരു ചിന്ത ലോകരാജ്യങ്ങളുടെ ഇടയിലുണ്ട്. അപ്പോൾ പിന്നെ രംഗത്ത് വരാനൊക്കുന്നത് നെയ്റ്റോ എന്ന ശക്തിയാണ്. അത് മുൻപും ഗൾഫ് യുദ്ധം 1-2 സദ്ദാം ഹുസൈനെ പുറത്താക്കാനുള്ള രണ്ടാം ഗൾഫ് യുദ്ധവും കുവൈറ്റ് അധിനിവേശ കാലത്തെ ആദ്യ ഗൾഫ് യുദ്ധവും എല്ലാം തന്നെ നെയ്റ്റോ ഫോഴ്സുകളാണ് ഫൈറ്റ് ചെയ്തത്. അമേരിക്കയും പാശ്ചാത്യ യൂറോപ്യൻ രാജ്യങ്ങളും ചേർന്ന സൈനിക സഖ്യമായ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷന്റെ വിമാനങ്ങളും മറ്റുമാണ് അതിൽ പങ്കെടുത്തത്. അപ്പൊ അതുകൊണ്ട് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ഇപ്പോൾ ഏത് രീതിയിൽ പ്രമേയങ്ങൾ പാസാക്കിയാൽ പോലും ഏത് രീതിയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുമെന്നറിയില്ല. അതുകൊണ്ടാണ് ഓരോരോ രാഷ്ട്രങ്ങൾ നിലപാട് വ്യക്തമാക്കുന്നത്. ഫ്രാൻസിന്റെ നിലപാട് പലപ്പോഴും ഇപ്പോൾ ഐസൻ സൂചിപ്പിച്ച ഫ്രാൻസിന്റെ ഒരു നിലപാടെന്ന് പറയുന്നത് 2 സ്റ്റേറ്റ് ഫോർമുല അവരെ പണ്ട് മുതലേ അംഗീകരിച്ചതാണ്. അത് മാത്രമല്ല ഡീഎസ്കലേഷൻ വേണം, വെടിനിർത്തൽ ഉടനെ വേണം, 21 ദിവസത്തെ വെടിനിർത്തൽ വേണമെന്ന് ശക്തമായിട്ട് ആവശ്യപ്പെടുകയാണ് ഫ്രാൻസ്.
പക്ഷെ ആ വെടിനിർത്തൽ സംഭവിക്കുമ്പോൾ എന്താണ് ഇപ്പുറത്ത് സംഭവിക്കുന്നത് എന്നത് വലിയൊരു ചോദ്യമാണ്. കാരണം ടെറർ ഓർഗനൈസേഷൻസായി വരുന്നവർക്ക് റീഗ്രൂപ്പ് ചെയ്യാനുള്ള അവസരം ലഭിക്കുന്ന രീതിയിൽ അങ്ങനെയുള്ള വെടിനിർത്തലിനെ ദുരുപയോഗപ്പെടുത്തുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നത് കൊണ്ട് അതിൽ കൂടുതൽ ക്ലാരിറ്റി ആവശ്യമാണ്. അതുകൊണ്ടാണ് അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആ പ്രമേയത്തിന് അനുകൂലമായി ആ ഒരു ചിന്തയ്ക്ക് അനുകൂലമായി പ്രതികരിക്കാതിരിക്കുന്നത്. അതുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ ചെറിയൊരു ആശയക്കുഴപ്പമുണ്ട്. പക്ഷെ ഇറാന്റെ ആക്രമണം വന്നപ്പോൾ ആ ആശയക്കുഴപ്പം നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇറാൻ ഒരു പരിധി ലംഘിക്കുന്നു എന്ന് വരുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായ ഇസ്രയേലിനെ പ്രതിരോധിക്കണം എന്ന നിലപാടിലേക്ക് കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ എത്തുകയാണ്. അതാണ് ഇപ്പോൾ നടക്കുന്ന ഒരു സംഭവവികാസം.